ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കാനിടയായതിൻ്റെ സാഹചര്യമെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് ഹരിപ്പാട്ട് നടന്നതായി ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായി വാർത്ത ചമച്ച് ഒരു സംഭവം ഉണ്ടാക്കി അതിന്ന് കേരളത്തിൽ ആഘോഷിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അവരുടെ കുറെ പരിചാരകരായിട്ടുള്ള ആളുകളുമെല്ലാം ചേർന്നിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഇത്തരമൊരു ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹരിപ്പാട്ടെ ജനങ്ങൾക്കും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും യാഥാർത്ഥ്യങ്ങളെല്ലാം അറിയാം. രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കാൻ വന്ന ദിവസം മുതൽ ഈ മണ്ഡലത്തിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട്, ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, തെറ്റിദ്ധാരണകൾ പരത്തി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും സമാധാനപരമായിട്ടാണ് നടന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ അക്രമ സംഭവങ്ങൾ കാര്യമായൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഏറ്റവും സമാധാനപരമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വളരെ സമീപനത്തോടുകൂടി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കാര്യമായ ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യാതെ അവസാനിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 13ാം ലോകസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഹരിപ്പാട് മണ്ഡലത്തിലും 181 ബൂത്ത് പ്രദേശത്തും യാതൊരുവിധമായ അനിഷ്ട സംഭവങ്ങൾക്കും ഇടവരുത്താതെ വളരെ ആത്മസംയമനത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് കൃഷ്ണപ്രസാദിന്റെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചു, ബോർഡുകൾ തകർത്തു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ബൂത്ത് ഓഫീസുകൾ കെട്ടിയിരുന്നത് അടിച്ചു തകർക്കുകയും അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പൊ അത്തരത്തിൽ ബോധപൂർവമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ചില ആളുകൾ, പ്രവർത്തകർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിനൊന്നും പ്രകോപിതരാകാതെ വളരെ ആത്മസംയമനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ദിവസം LDFന്റെ നേതാക്കന്മാർ ഞങ്ങൾ 4-5 ടീമുകളായി തിരിഞ്ഞിട്ട് ഈ ഹരിപ്പാട് മണ്ഡലത്തിലെ 181 ബൂത്ത് പ്രദേശങ്ങളിലും ഓടിയെത്താൻ, അവിടെ യാതൊരു വിധമായ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ വളരെ ആത്മസംയമനത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും, എവിടെയെങ്കിലും ചെറിയ രൂപത്തിലുള്ള തർക്കങ്ങളെങ്കിലും ഉണ്ടായാൽ അവിടെ അപ്പോൾ ഓടിയെത്താൻ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ, അത്തരത്തിൽ യാതൊരുവിധമായ വിഷയങ്ങളും ഉണ്ടാകാതെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇവിടെ കേന്ദ്ര സേന ഉൾപ്പെടെ ഇറക്കിയിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പല ബൂത്ത് പ്രദേശങ്ങളിലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരൊന്നും അനിഷ്ട സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യിച്ച് അവിടെയെല്ലാം കേന്ദ്ര സേന പോലീസിനെ ഉൾപ്പെടെ വിന്യസിപ്പിക്കാൻ വേണ്ടി ഉൾപ്പെടെ ശ്രമം നടത്തി. കരുവാറ്റ TP ജംഗ്ഷനിലുള്ള പഞ്ചായത്ത് ഓഫീസ് ബൂത്തിൽ ഉൾപ്പെടെ അത്തരം ശ്രമം, യാതൊരു പ്രകോപനവുമില്ല, ശ്രമങ്ങൾ നടത്തി. അവരെല്ലാം വന്നിട്ടും അവിടെയൊന്നും എന്തെങ്കിലും തരത്തിലൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ വളരെ സമാധാനത്തോടും സംയമനത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പര്യവസാനിച്ചതെന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച, ക്രമസമാധാന പാലനത്തിന് ചുമതല വഹിച്ച ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമുള്ള സംഗതിയാണ്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാത്രം ഇവിടെ വന്ന് ചുമതല ഏറ്റെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് ആദ്യമായിട്ടാണ്, പ്രദേശങ്ങൾ പോലും അവർ വേണ്ടത്ര പരിചയപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാത്ത തരത്തിൽ യാതൊരു വിധമായ അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്.
മണ്ണാറശാലയിൽ 3 ബൂത്തുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ആ 3 ബൂത്ത് പ്രദേശത്തും രാവിലെ മുതൽ നടന്ന പോളിംഗിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഏറ്റുമുട്ടലുകളോ പോലീസിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളോ പോലീസിന് ഇടപെടേണ്ട സാഹചര്യങ്ങളോ ഏതെങ്കിലും സന്ദർഭത്തിലുണ്ടായോ? ബൂത്തിൽ വന്ന് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ വോട്ട് ചെയ്യാൻ പാസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ചെയ്യാൻ പാടില്ല, ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ വോട്ട് ചെയ്യാൻ പാസ് ചെയ്യാൻ പാടില്ല, തെറ്റാണ് കാണിക്കുന്നത് എന്ന് അത് ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തതല്ലാതെ ആ തെരഞ്ഞെടുപ്പിന്റെ 5 മണി സമയം അവസാനിക്കുന്നത് വരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ എന്തെങ്കിലും സംഘർഷങ്ങളോ ഈ മണ്ണാറശാല ബൂത്തിലോ ഹരിപ്പാട് പഞ്ചായത്തിലെ മറ്റേതെങ്കിലും ബൂത്ത് പ്രദേശത്തും ഉണ്ടായിട്ടുണ്ടോ? 5 മണിക്ക് ശേഷം എന്തെങ്കിലും തർക്ക പ്രശ്നങ്ങളോ അതിന്റെ പേരിലുള്ള ഏറ്റുമുട്ടലുകളിലോ അടിയോ ഉണ്ടായിട്ടുണ്ടോ? ഇത് എന്ത് സംഭവമാണ് ഈ മണ്ണാറശാല ബൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹരിപ്പാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്? ഒരിക്കൽ പോലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഇവിടെ പറഞ്ഞു. മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. അത്തരം കാര്യങ്ങളും പ്രവർത്തികളും നടന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇല്ലാ കഥകൾ ചമയ്ക്കുകയല്ലേ ചെയ്തത്.